നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗവർണറുമായുള്ള തർക്കങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി ഇന്ന് രാജ്ഭവനിൽ. രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസിന്റെ പ്രകാശന ചടങ്ങിനാണ് മുഖ്യമന്ത്രി എത്തുന്നത്. ശശി തരൂർ എംപിക്ക് നൽകിയാണ് മാസികയുടെ പ്രകാശനം നിർവഹിക്കുന്നത്. ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കില്ലെന്ന് രാജ്ഭവൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാജ്ഭവനിലെ ചടങ്ങുകൾക്ക് ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നതിനെ ചൊല്ലി വൻ വിവാദമാണ് ഉണ്ടായിരുന്നത്. ചിത്രം ഉപയോഗിച്ചതിന് പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടി ഒരു പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. മന്ത്രി പി പ്രസാദ് പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. ഭാരതാംബയുടെ ചിത്രം വെക്കാനുള്ള തീരുമാനം തിരുത്തില്ല എന്നായിരുന്നു ആദ്യം ഗവർണറുടെ തീരുമാനം. പക്ഷേ ഇന്നത്തെ പരിപാടിയിൽ ചിത്രം ഉണ്ടാകില്ല. പ്രതിപക്ഷ നേതാവിനെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 17 പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിനിരയാക്കി മുങ്ങിയ ആൾ ദൈവം ദില്ലി ബാബ ആഗ്രയിൽ പിടിയിൽ. ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് എന്ന സ്വകാര്യ മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഡയറക്ടറായ സ്വാമി ചൈതന്യാനന്ദ ഒളിവിൽ കഴിയവേ ആഗ്രയിൽ നിന്നാണ് പിടിയിലായത്. സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനികളെയാണ് ഇയാൾ പലവിധത്തിൽ ലൈംഗിക ചൂഷണം നടത്തിയത്. മോശം ഭാഷ ഉപയോഗിച്ചു, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചു തുടങ്ങി തെളിവുകൾ സഹിതമുള്ള ആരോപണങ്ങളുമായി നിരവധി പെൺകുട്ടികൾ രംഗത്തെത്തിയതോടെയാണ് ചൈതന്യാനന്ദ ഒളിവിൽ പോയത്. വനിതാ ഹോസ്റ്റലിൽ ഇയാൾ രഹസ്യമായി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നതായും ആരോപണമുണ്ടായിരുന്നു. കരൂർ ദുരന്തത്തിൽ വിജയുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. വിജയുടെ തമിഴ്നാട് വെട്രി കഴകം സംഘടിപ്പിച്ച റാലിയിൽ 39 പേർ മരണമടഞ്ഞ സംഭവത്തിൽ വിജയുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന. വിജയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട 39 പേർ മരിച്ചു. സംഭവത്തെ തുടർന്ന് വിജയ് പ്രസംഗം പൂർത്തിയാക്കാതെ കാരവാനിലേക്ക് മടങ്ങി. സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത. ഇന്ന് പുലർച്ചെയോടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആശുപത്രി സന്ദർശനം നടത്തിയിരുന്നു. വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് ആരെ അറസ്റ്റ് ചെയ്യും, ആരെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. പൊതു അവധി. PSC പരീക്ഷകൾ മാറ്റി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതു അവധി പ്രഖ്യാപിച്ചതിനാൽ ഈ മാസം 30 നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും PSC മാറ്റിവെച്ചു. പരീക്ഷകൾ കായിക പരീക്ഷ, നിയമന പരീക്ഷ എന്നിവയാണ് മാറ്റിയത്. ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ്, കയർഫെഡിൽ കെമിസ്റ്റ്, ആർക്കൈവിസ്റ്റ് വകുപ്പിൽ കൺസർവേഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷ ഒക്ടോബർ 8 നടത്തും. വനം വന്യജീവി വകുപ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം, പേരൂർക്കട SAP പരേഡ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശാരീരിക അളവെടുപ്പും വാക്കിംഗ് ടെസ്റ്റും ഒക്ടോബർ 3 മാറ്റി. 30 നടത്താനിരുന്ന നിയമന പരീക്ഷയും മാറ്റിവെച്ചു.